തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള വിജയുടെ നീക്കം പാളുകയാണ്. ടിവികെ പിന്തുണയ്ക്കില്ല എന്ന് ഡിഎംകെ കക്ഷികൾ അറിയിച്ചു. ഡിഎംകെക്ക് ഒപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് വിസികെ വ്യക്തമാക്കി. വിജയമായി സഹകരിക്കില്ലെന്ന വിജയകാന്തിന്റെ പാർട്ടി ഡിഎംഡികെയും പറഞ്ഞു. ഇടതു പാർട്ടികളുടെ നിലപാടാണ് ഇനി നിർണായകമായിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ തീരുമാനവും ഉടനുണ്ടാകും. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇപ്പോൾ ഡിഎംകെ കക്ഷികൾ പിന്തുണയ്ക്കില്ല എന്ന തീരുമാനം എടുക്കുമ്പോൾ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, സിപിഐഎം എടുക്കുന്ന തീരുമാനം പ്രധാനമാണ്. എന്താണ് അറിയാനാകുന്നത്? വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സ്മൃതി. ടിവികെയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ആദ്യത്തെ ഘട്ടം പ്ലാൻ എ എന്ന നിലയ്ക്ക് ഡിഎംകെക്കൊപ്പമുള്ള മതേതര കക്ഷികളെ ഒരുമിച്ച് കൂട്ടി ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ്. 118 സീറ്റുകൾ വേണം. 108 സീറ്റുകൾ മത്സരത്തിൽ ലഭിച്ചു. ഇനി 10 സീറ്റുകൾ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരിക, സമാഹരിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ 5 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. ബാക്കി 5 സീറ്റുകൾ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അത് ഡിഎംകെയുടെ പ്രധാനപ്പെട്ട കക്ഷികളെ ഇവർ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 2 കക്ഷികൾ ടിവികെയെ പിന്തുണയ്ക്കില്ല എന്നറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അതിലൊന്ന് വിസികെ ആണ്. ഡിഎംകെക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നാണ് 2 MLA-മാരുള്ള വിസികെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഡിഎംഡികെ എന്ന വിജയകാന്തിന്റെ പാർട്ടിയും വിജയുമായി സഹകരിക്കാനില്ല എന്ന നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അവർക്ക് 1 സീറ്റാണുള്ളത്. അങ്ങനെ 2 പാർട്ടികൾ നിലപാട് അറിയിച്ചു. ഇനി നിലപാട് അറിയിക്കാനുള്ളത് 3 പാർട്ടികൾ. അതിലൊന്ന് CPM, 2 CPI, 3 മുസ്ലിം ലീഗ്. ഈ 3 പേർക്കും 2 സീറ്റുകൾ വീതമാണുള്ളത്. അങ്ങനെ 6 സീറ്റുകൾ. ഇവരുടെ കൂടി പിന്തുണ ലഭിച്ചാൽ മാത്രമേ ഡിഎംകെയെ പിളർത്തിക്കൊണ്ട് ഡിഎംകെ കക്ഷികളുടെ സഹകരണത്തോടുകൂടി, പിന്തുണയോടുകൂടി സർക്കാർ രൂപീകരിക്കാൻ, മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ വിജയ്ക്ക് കഴിയുകയുള്ളൂ. ഏതായാലും ആ സാധ്യതകൾ അടയുന്നു, പാളുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇടത് കക്ഷികൾ പുറത്തുനിന്ന് പോലും പിന്തുണയ്ക്കാനുള്ള സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗം ചേരണം. അതിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇടത് പാർട്ടികളുടെ നീക്കം എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുക. സ്വാഭാവികമായും ഡിഎംകെയുടെ സഹായത്തോടു കൂടിയാണ് ലോക്സഭയിലേക്കൊക്കെ എംപിമാർ ജയിച്ചു കയറിയിട്ടുള്ളത്, സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേത്. അതുകൊണ്ട് ഡിഎംകെയെ പിണക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് തന്നെ ഇപ്പോൾ വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ അനായാസം ഒരു 10 MLA കോൺഗ്രസിൽ നിന്നും മറ്റു കക്ഷികളിൽ നിന്നും ഡിഎംകെ കക്ഷികളിൽ നിന്നും ഡിഎംകെക്ക് ഒപ്പം ഉറച്ചു നിൽക്കും എന്ന് പറയുന്നു. ചില കക്ഷികൾ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്.